ഹൃദയവേദനയോടുകൂടി ജെൻസന് യാത്രാമൊഴി. കേരളത്തിന്റെ നെഞ്ച് തകർത്ത് ജെൻസന് വിടവാങ്ങൽ. ജെൻസന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശ്രുതി ചികിത്സയിലുള്ള കൽപ്പറ്റയിലെ ആശുപത്രിയിൽ എത്തിച്ചു. ശ്രുതിയെ അവസാനമായി കാണിച്ച ശേഷം ജെൻസനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നിത്യസഹായ മാതാ പള്ളിയിലാണ് അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ നടക്കുക. ബന്ധുക്കൾക്ക് മാതാപിതാക്കൾക്ക് മുഖം താങ്ങാൻ കഴിയുന്നില്ല. ആ ചേതനയേറ്റ ശരീരം ഇന്നലെ വരെ കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ചുറുചുറുക്കോടുകൂടി നടന്ന ജെൻസൺ ഇപ്പോൾ ഒന്നും ശബ്ദിക്കാതെ, ശ്രുതിയെ കാണാനോ അറിയാനോ കഴിയാതെ ഇങ്ങനെ ചേതനയേറ്റ് കിടക്കുന്ന കാഴ്ച ആർക്കും സഹിക്കാൻ കൂടി കഴിയില്ല. ശ്രുതിയെ എങ്ങനെ ചേർത്ത് പിടിക്കും ഇനി ആ കരങ്ങൾ? ആ ചേതനയേറ്റു ഈ മണ്ണിൽ നിന്നും ആ ജീവൻ ഇല്ലാതാവുകയാണ്. ശ്രുതി ഇനി എങ്ങനെ താങ്ങുമെന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ രംഗബോധമില്ലാതെ മരണം ആ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി എത്തുമ്പോൾ അത് താങ്ങാനാകുന്നില്ല. കുടുംബത്തിന് തലമുറയുടെ ഇടുകയാണ്. മാതാപിതാക്കളും ഉറ്റവരുമൊക്കെ തന്നെ. കമൽ ചേരുന്നുണ്ട്. കമലും രാഹുലുമാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. രാഹുൽ ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ നമുക്ക് വിവരിക്കാൻ കഴിയില്ല വാക്കുകൾ കൊണ്ട്. കണ്ണീര് തളം കെട്ടി നിൽക്കുകയാണ് ആ കുടുംബത്തിൽ. സംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ ഇനി പ്രാർത്ഥനകൾക്കൊക്കെ ശേഷമായിരിക്കുമല്ലോ പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. രാഹുൽ, പ്രജീഷ്, ആരും തന്നെ ആഗ്രഹിക്കാത്ത നിമിഷങ്ങളാണ് ഇതുപോലെ ഉള്ളത്. അത്രയും അതിവൈകാരികം ദുഃഖകരമായ നിമിഷങ്ങളിലൂടെയാണ് ജെൻസന്റെ കുടുംബം, നാട്, കേരളക്കര കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. മൃതദേഹം വീട്ടിലാണുള്ളത്. അച്ഛനും അമ്മയും സഹോദരിയും അടുത്ത ബന്ധുക്കളുമൊക്കെ അലമുറയിട്ട് കരയുകയായിരുന്നു. എന്തിനാണ് മകനെ ഈ വിധത്തിൽ വീട്ടിലേക്ക് തിരിച്ചു വന്നത്? നീ ഇവിടെ നിന്ന് വളരെ ഊർജ്ജസ്വലനായി പോയതല്ലേ? തിരിച്ചിങ്ങനെയാണോ വരാൻ ഉദ്ദേശിക്കുന്നത് എന്നടക്കം ഇവരിങ്ങനെ അതിവൈകാരികമായി അലമുറയിട്ട് ചോദിക്കുന്നത്. ഇപ്പോൾ ഏതായാലും പ്രാർത്ഥനാ ശുശ്രൂഷ ആരംഭിച്ചിരിക്കുകയാണ്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി അവർക്ക് ജെൻസനെ കാണുന്നതിനുള്ള സമയമാണ്. അതിനുശേഷമാണ് മൃതദേഹം സംസ്കാരത്തിനായി പള്ളിയിലേക്ക് കൊണ്ടുപോവുക. വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ് നിത്യസഹായ മാതാ പള്ളിയിലേക്കുള്ളത്. ആ പള്ളി സെമിത്തേരിയിലാണ് ജെൻസന് അന്ത്യവിശ്രമം
വീട്ടിൽ നിന്ന് കൊണ്ടുപോയതിനു ശേഷം പള്ളിയിലും ഒരു നോക്ക് കാണുന്നതിന്, അതായത് പൊതുദർശന വേദിയിൽ വീട്ടിൽ എത്തി ജെൻസനെ കാണാൻ കഴിയാതെ പോയ ആളുകൾക്ക് ജെൻസന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിനുള്ള സമയമുണ്ടാകും. പള്ളിയിൽ പ്രാർത്ഥനയുണ്ടാകും, അന്ത്യ ശുശ്രൂഷ ഉണ്ടാകും. അതിനുശേഷമാണ് സെമിത്തേരിയിൽ സംസ്കാരം നടക്കുക എന്നത് തന്നെയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൽപ്പറ്റയിലെ ലിയോ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ശ്രുതിയെ കാണിച്ചതിന് ശേഷമാണ് ജെൻസനെ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. അതായത് ജെൻസൺ മരണപ്പെട്ടു എന്ന് ഉൾക്കൊള്ളാൻ ശ്രുതി തയ്യാറായിരുന്നില്ല. കഴിയുന്ന വിധത്തിൽ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നു ജനപ്രതിനിധികളായാലും ആശുപത്രിയിലുള്ള ഡോക്ടർമാരൊക്കെ ആണെങ്കിലും എന്നതാണ്. പക്ഷേ ശ്രുതി അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്നതാണ്. അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തിച്ച് ശ്രുതിയെ കാണിച്ചിരുന്നത്. ആ ഒരു നിമിഷം എങ്ങനെയാണെന്ന വാക്കുകളിലൂടെ വിവരിക്കാൻ കഴിയില്ല എന്നതാണ് ഒപ്പമുണ്ടായിരുന്ന കൽപ്പറ്റ MLA ടി സിദ്ദിഖായാലും നമ്മളോട് പറഞ്ഞത്. ശ്രുതിയുടെ രാവിലെ ടി സിദ്ദിഖ് അടക്കം ആൾക്കാർ സംസാരിച്ചിരുന്നു. അപ്പോൾ ശ്രുതി പറഞ്ഞത് ലഭ്യമാക്കാൻ കഴിയുന്ന എല്ലാ ചികിത്സയും നൽകി ജെൻസനെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്നതാണ്. അതായത് ജെൻസൺ ഇപ്പോഴും ചികിത്സയിലാണെന്നാണ് ശ്രുതി ഉച്ചവരെ കരുതിയിരുന്നു എന്നതാണ്. അതിനുശേഷമാണ് ജെൻസൺ മരണപ്പെട്ടുവെന്നും ആ മൃതദേഹം ചികിത്സയിലുള്ള ശ്രുതിയെ കൊണ്ടുപോയി കാണിക്കുകയും ചെയ്തത്. ശ്രുതിക്ക് കാലിനാണ് ഗുരുതരമായി പരിക്കുള്ളത്, ശസ്ത്രക്രിയ നടത്തിയതാണ്. അപ്പോൾ എഴുന്നേറ്റ് കാണാൻ കഴിയില്ല. ബെഡിൽ നിന്ന് തന്നെ തല ഉയർത്തിയാണ് പ്രിയതമ്പനെ ശ്രുതി കണ്ടിരുന്നത്. മനസ്സില്ലാ മനസ്സോടെ യാത്രയാക്കി. അതിനുശേഷം ഡോക്ടർമാർ സെഡേഷൻ ഒക്കെ നൽകിയാണ് ശ്രുതി ഇപ്പോൾ ഇവിടെ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ ഉള്ളത് എന്നതുകൂടിയാണ്. അത്രയും അതിവൈകാരിക എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്നു ജെൻസൺ തിരികെ വരുമെന്ന്. അങ്ങനെ പ്രാർത്ഥനയിൽ ഒക്കെ തന്നെ ആയിരുന്നു എന്നാണ്. ശ്രുതിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു വിധി അതിങ്ങനെ അതിക്രൂരമായി വിടാതെ പിന്തുടരുന്നു എന്നതാണ്. ഒരു റിപ്പോർട്ടിൽ 9 പേരാണ്. അച്ഛനും അമ്മയും അത്യന്തം സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു കുടുംബത്തെ പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കിയെന്നാണ്. അച്ഛൻ, അമ്മ, സഹോദരി, ബാക്കി അടുത്ത 6 ബന്ധുക്കൾ മരണപ്പെട്ടു. ശ്രുതി ഇവിടെ ഇല്ല, ഈ ദുരന്ത ഭൂമിയിൽ ഇല്ലായിരുന്നതുകൊണ്ട് ജീവൻ ബാക്കിയായതാണ്. ശ്രുതി ജോലി സ്ഥലത്ത് കോഴിക്കോടായിരുന്നു. പിന്നീട് ജെൻസൺ പറഞ്ഞിരുന്നത് തനിക്ക് ജീവനുള്ള കാലത്തോളം ശ്രുതി ഒരിക്കൽ തന്നെയും ഈ ബന്ധുക്കളെ പ്രകൃതി കവർന്നെടുത്തതിൻ്റെ കുറവുകളൊന്നും ശ്രുതിക്ക് വരുത്തില്ല. തനിക്ക് ജീവനുള്ള കാലത്തോളം, ആവതുള്ള കാലത്തോളം ശ്രുതിയെ നന്നായി നോക്കും, സംരക്ഷിക്കും എന്നതായിരുന്നു. ഓഗസ്റ്റ് 30 പുത്തുമലയിൽ ശ്രുതിയുടെ അമ്മയെ സംസ്കരിച്ച സ്ഥലത്ത് ഇരുവരും ഒരുമിച്ചെത്തിയാണ് പ്രാർത്ഥിച്ചിരുന്നത്. കൈകൾ കോർത്തുകൊണ്ട് ഒരു കുടക്കീഴിൽ ആണ് 2 പേരും വന്നിരുന്നത് എന്നാണ്. അങ്ങനെ ഒരു ശ്രുതിയെ സംബന്ധിച്ച് കരുതൽ, ചേർത്ത് നിൽക്കൽ, കാവൽ എല്ലാം തന്നെയായിരുന്നു ജെൻസൺ എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും അവരാഗ്രഹിച്ചതുപോലെയല്ല വിധി കാത്തുവെച്ച് തന്നതാണ്. ആരും ആഗ്രഹിക്കാത്ത വിധത്തിൽ ജെൻസൺ അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ജെൻസൺ കിടക്കുന്ന വീട്ടുമുറ്റത്ത് കല്യാണപ്പന്തൽ ഉയരേണ്ടതായിരുന്നു. 10 വർഷക്കാലത്തെ ഒരു പ്രണയം അത് സാഫല്യത്തിലേക്ക്, വിവാഹത്തിലേക്ക് എത്തേണ്ടുന്നതായിരുന്നു. പക്ഷേ അത് ദൗർഭാഗ്യകരമായി വിവാഹപ്പന്തലിന് പകരം ജെൻസന്റെ മൃതദേഹം. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. പ്രാർത്ഥനാ ശുശ്രൂഷ വീട്ടിൽ പുരോഗമിക്കുന്നു. അല്പസമയത്തിനകം പൂർത്തിയാകും. ശേഷം പള്ളിയിലേക്ക് അവിടെ നിന്ന് സെമിത്തേരിയിലേക്ക്. പ്രജീഷ്.